നങ്ങേലിയുടെ പൊന്നോമനയായ ഉണ്ണിയെ കണ്ട് മോഹം തോന്നിയ ഭൂതം ഉണ്ണി പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ അവനെ അപഹരിക്കുന്നു. വരാനുള്ള സമയമായിട്ടും തൻ്റെ പൊന്നോമനയെ കാണാഞ്ഞ് അന്വേഷിച്ചിറങ്ങുന്ന നങ്ങേലിക്ക് മുന്നിൽ ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഉണ്ണിക്ക് പകരമായി പണ്ടവും പണവും രത്നങ്ങളും വാഗ്ദാനം ചെയ്തിട്ടും അമ്മ വിടുന്നില്ലെന്ന് കണ്ട ഭൂതം കൃത്രിമമായി ഒരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. പെറ്റ വയറിനെ വഞ്ചിക്കാനൊരുങ്ങിയ ഭൂതത്തിനെ അമ്മ ശപിക്കാനൊരുങ്ങുന്നു. ഇത് കണ്ട് പേടിച്ച ഭൂതം യഥാർത്ഥ ഉണ്ണിയെ വിട്ടുകൊടുക്കുന്നു. ആണ്ടിലൊരിക്കൽ ഉണ്ണിയെ കാണാൻ അവസരം തരണമെന്ന് മാത്രം ഭൂതം അമ്മയോട് അപേക്ഷിക്കുന്നു. അത് സമ്മതിച്ച അമ്മ ഉണ്ണിയുമായി വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് ഭൂതപ്പാട്ടിൻ്റെ ഇതിവൃത്തം. എന്നാൽ ഉണ്ണിയുടെ വീട് എവിടെയാണെന്ന് അറിയാത്ത ഭൂതം എല്ലാ വീടുകളിലും കയറിയിറങ്ങുന്നു എന്നാണ് സങ്കല്പം. മണ്ണാൻ സമുദായക്കാരാണ് ഭൂതം കെട്ടുക. കാലിൽ ചിലമ്പും ആകർഷകമായ വേഷവും ധരിച്ചാണ് ഭൂതം എത്തുക. ഉടുത്തുകെട്ടും ശിരസിൽ വലിയ മുടിയുമാണ് തിറയുടെ വേഷം. മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ അനുഷ്ഠാന കല അരങ്ങേറുന്നു. വള്ളുവനാട്, ഏറനാട്, തലപ്പള്ളി, പൊന്നാനി താലൂക്കുകളിലാണ് ഈ കലാരൂപം ധാരാളമായി കണ്ടുവരുന്നത്. തുടിവാദ്യത്തിൻ്റെ അകമ്പടിയോടെ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് നടന്നു നീങ്ങുന്ന തിറയും ഭൂതവും കേരളത്തിൻ്റെ പ്രാക്തന ഗോത്രവർഗ കലകളുടെ മഹനീയമായ കാഴ്ചകളിൽ ഒന്നത്രേ. വിളക്ക് വെച്ചു. സന്ധ്യാനാമവും കഴിഞ്ഞു. ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണഘോഷ്ടവും ഉരുവിട്ടു. ഇനിയും ഉണ്ണാറായിട്ടില്ലല്ലോ. ഉറങ്ങണ്ട, ഭൂതത്തെ പറ്റി ഒരു പാട്ട് കേട്ടോളൂ. കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ തുടികോട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ
എവിടെ നിന്നാണ് ഈ ഭൂതം വരുന്നത്? നിങ്ങൾക്കറിയാമോ? പറയന്റെ കുന്നിന്റെ അങ്ങേ ചെരുവിലെ പാറക്കെട്ടിനടിയിൽ, പറയന്റെ കുന്നിന്റെ അങ്ങേ ചെരുവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കൂടി കുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം. കിളിവാതിലിൽ കൂടി കുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം. പൈക്കളെ മേയ്ക്കുന്ന ചെക്കന്മാരുച്ചയ്ക്കു പച്ചില പൂന്തണൽ തൂകും. പൈക്കളെ മേയ്ക്കുന്ന ചെക്കന്മാരുച്ചയ്ക്കു പച്ചില പൂന്തണൽ തൂകും. ഒറ്റയ്ക്കു മേയുന്ന പൈങ്കുലകളെ തെറ്റെന്നി ഭൂതം കുടിക്കും. ഒറ്റയ്ക്കു മേയുന്ന പൈങ്കുലകളെ തെറ്റെന്നി ഭൂതം കുടിക്കും. തെറ്റെന്നി ഭൂതം കുടിക്കും. മണമേറുമന്തിയിൽ ബന്ധുഗൃഹം പൂകാൻ ഉഴറിക്കുതിക്കുമാൾക്കാരെ. മണമേറുമന്തിയിൽ ബന്ധുഗൃഹം പൂകാൻ ഉഴറിക്കുതിക്കുമാൾക്കാരെ. മണമേറുമന്തിയിൽ ബന്ധുഗൃഹം പോകാൻ ഉഴറിക്കുതിക്കുമാൾക്കാരെ. അകലേക്കകലേക്കു വഴിതെറ്റിച്ചി ഭൂതം അവരോടും താമ്പൂലം വാങ്ങും. അകലേക്കകലേക്കു വഴിതെറ്റിച്ചി ഭൂതം അവരോടും താമ്പൂലം വാങ്ങും. അകലേക്കകലേക്കു വഴിതെറ്റിച്ചി ഭൂതം അവരോടും താമ്പൂലം വാങ്ങും. അവരോടും താമ്പൂലം വാങ്ങും. പൊട്ടിച്ചിരിച്ചാലില്ലേ പിന്നെ നടത്തം തന്നെ നടത്തം. ഒടുക്കം മനസ്സിലാവും. അപ്പോൾ ഒന്ന് മുറുക്കാനെടുത്ത് ആ വഴിവക്കത്ത് വെച്ച് കൊടുത്താൽ മതി. വഴിയൊക്കെ തെളിഞ്ഞ് കാണും. അവർ പോയാൽ ഭൂതം വന്നിട്ട് ആ മുറുക്കാനെടുത്ത് മുറുക്കി തെച്ചിപ്പൊന്തയിലേക്ക് പാറ്റി ഒരു തുപ്പും തുപ്പും. അതാണല്ലോ ഈ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ ചോക്കണത്. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും
മായാദീപം തലമുടിയും വേറിടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും തലമുടിയും വേറിടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും നേരവും നിലയും വിട്ടാ വഴി പോ ചെറുബാല്യക്കാരെ ഇവളാകർഷിച്ചതിചതുരം ഏഴുനില മാളികയായി തോന്നും കരിമ്പനമേലവരെ കേറ്റി കുരലിൽ വയ്ക്കും നേരവും നിലയും വിട്ടാ വഴി പോ ചെറുബാല്യക്കാരെ ഇവളാകർഷിച്ചതിചതുരം ഏഴുനില മാളികയായി തോന്നും കരിമ്പനമേലവരെ കേറ്റി കുരലിൽ വയ്ക്കും തഴുകിയുറങ്ങിടുമത്തരുണരുടെ ഉപ്പേറും കുരുതികൾ നോട്ടി നുണച്ചിറക്കും തഴുകിയുറങ്ങുമീടുമത്തരുണരുടെ ഉപ്പേറും കുരുതികൾ നോട്ടി നുണച്ചിറക്കും പറയന്റെ കുന്നിന്റെ മറ്റേ ചെരിവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും പറയന്റെ കുന്നിലെ മറ്റേ ചെരിവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും പറയന്റെ കുന്നിന്റെ മറ്റേ ചെരിവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും ഈ അസത്ത് ഭൂതത്തിന് എന്തിനാ നമ്മൾ നെല്ലും മുണ്ടും ഒക്കെ കൊടുക്കുന്നത് എന്നല്ലേ? ആവൂ, കൊടുക്കാഞ്ഞാൽ പാപാണ്. ഇതെല്ലാം ഭൂതം പണ്ട് ചെയ്തതാണ്. ഇപ്പോൾ അതാരെയും കൊല്ലില്ല. ഭൂതത്തിന് എപ്പോഴും വ്യസനാണ്. എന്താ ഭൂതത്തിന് വ്യസനമെന്നോ? കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലു നോറ്റിട്ടോരുണ്ണി പിറന്നു. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കുകാലിൽ കുടക്കടുക്കൻ. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കുകാലിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി.
പേനരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തങ്കക്കൂടത്തിനെ താലോലം പാടിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകം പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകം ഏറിക്കഴിഞ്ഞു വെള്ളപ്പൊൽത്തിരയിത്തിരി കുംഭമേൽ പുള്ളിയിലക്കരമുണ്ടു മുടുപ്പിച്ചു വെള്ളപ്പൊൽത്തിരയിത്തിരി കുംഭമേൽ പുള്ളിയിലക്കരമുണ്ടു മുടുപ്പിച്ചു പള്ളികൾ കൂട്ടി കുടുമയും കെട്ടിച്ചു വെള്ളി പോകമേ മെല്ലെ തുടച്ചിട്ടു പള്ളികൾ കൂട്ടി കുടുമയും കെട്ടിച്ചു വെള്ളി പോകമേ മെല്ലെ തുടച്ചിട്ടു കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും മൈട്ടേറെ മിനുക്കിയോരോലയും മൈട്ടേറെ മിനുക്കിയോരോലയും അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോമൊരു തങ്കക്കൂടത്തിനെ വയലിന്റെ മൂലയിലിടവഴി കേറുമ്പോൾ പടർപന്തൽ പോലുള്ളോരയാലിൻ ചോടെത്തി മറയും വരെ പടിപ്പുരയിന്നു നോക്കുന്നു നങ്ങേലി അങ്ങനെ അങ്ങനെ നീങ്ങി പോമൊരു തങ്കക്കൂടത്തിനെ വയലിന്റെ മൂലയിലിടവഴി കേറുമ്പോൾ പടർപന്തൽ പോലുള്ളോരയാലിൻ ചോടെത്തി മറയും വരെ പടിപ്പുരയിന്നു നോക്കുന്നു നങ്ങേലി. കുന്നിൻ മോളിലേക്കുണ്ണി കയറി കണ്ണും പൈക്കളും മേയുന്ന കണ്ടു ചെത്തി പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു മൊട്ട പാറയിൽ കേറിയോരാട്ടിൻ അറ്റം തുള്ളിക്കളിക്കുന്ന കണ്ടു കുങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകളെങ്ങും പാറിക്ക
പാറക്കെട്ടിൻ്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു ഭൂതം. പാറക്കെട്ടിൻ്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു ഭൂതം. കാറ്റിലൊലിച്ചെത്തു മാമ്പലപ്പൂ പോലെ കാറ്റിലൊലിച്ചെത്തു മാമ്പലപ്പൂ പോലെ ആടിക്കുഴഞ്ഞെത്തു മമ്പിളിക്കല പോലെ ആടിക്കുഴഞ്ഞെത്തു മമ്പിളിക്കല പോലെ പൊന്നും കുടം പോലെ പൂവൻ പഴം പോലെ പോന്നു വരുന്നോരെ കണ്ടു ഭൂതം. പൊന്നും കുടം പോലെ പൂവൻ പഴം പോലെ പോന്നു വരുന്നോരെ കണ്ടു ഭൂതം. ഭൂതത്തിനുള്ളിലൊരു കിളി തോന്നി ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതത്തിനുള്ളിലൊരു കിളി തോന്നി ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമരോമന പെൺകിടാവായി ഭൂതമരത്തിൻ്റെ ചോട്ടിലും നിന്നു. എന്നിട്ട് ഭൂതം ഉണ്ണിയോട് കൊഞ്ചിക്കൊണ്ട് പറയുകയാണ്, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരേ. ഓലയേഴുതാണികളെ കാട്ടിലേറിങ്ങണയൂ. കാട്ടിലേറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ. ഭൂതമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരേ. വണ്ടോണിൻ വടിവിലേഴും നീലക്കല്ലോലകളിൽ മാതളിയിൽ പൂവെള്ളി ചെറുമുല്ലപ്പൂമുനയാ. പൂന്തണലിൽ ചെറുകാറ്റത്തിവിടെയിരുന്നെഴുതാനോ. ഓലയേഴുതാണികളെ കാട്ടിലേറിങ്ങണയൂ. ഭൂതമരച്ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. ഓലയേഴുതാണികളെ കാട്ടിലീരാ ഞാൻ കളവൂ. പിന്നെ പള്ളിക്കൂടത്തിൽ പോയില്ല. സുഖായി എന്നല്ലേ വിചാരം. കേട്ടോളൂ, എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് പിടിവിട്ടപ്പോ
ഭൂതം വന്ന് പിടിച്ച് മെല്ലെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി. എഴുതുവാൻ പോയ കിടാവു വന്നീല, എവിടെ പോയി അങ്ങേലി നിന്നു തേങ്ങി. ആറ്റിങ്കരകളിലങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീറ്റിൽ കളിക്കും പരൽ മീനെല്ലാം നീളവേ നിശ്ചലം നിന്നുപോയി. ആളില്ല പാടത്തിലങ്ങുമിങ്ങും അവനെ വിളിച്ചു നടന്നാളമ്മ. കൂട്ടിമറിച്ചിട്ട മണ്ണടരിൽ പുതിയ നെടുവീർപ്പുയർന്നുപോയി. കുന്നിൻ ചെരിവിലെ കൂർത്തകല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൊത്തിൽ നിന്നപ്പോൾ പുറത്തു നോഴും നത്തുകളെന്തെന്നേഷിച്ചു. കാട്ടിലും മേട്ടിലും പുക്കാണമ്മ, കാണാഞ്ഞു കേണു നടന്നാളമ്മ. പൂമരച്ചോട്ടിലിരുന്നു ഭൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമായി. പൂമരച്ചോട്ടിലിരുന്നു തീരക്കേട് തീരണ്ടേ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റിക്കണക്കങ്ങു നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റിക്കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടു ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. കാട്ടുതീയായിട്ടു ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പറ്റിയില്ലല്ലോ. ഭൂതം മറ്റൊരടവെടുത്തു. പ്രലോഭനം കൊണ്ട് അമ്മയെ അങ്ങോട്ട് മൂടി. ഭൂതം അക്കുന്നിന്റെ മേൽമുടി പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി. ഭൂതം അക്കുന്നിന്റെ മേൽമുടി പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി. കൺചെന്നുമാരതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. കൺചെന്നുമാരതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു.
ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന, അതിനെ തരികെന്റെ ഭൂതമേ നീ. ഇതിലും വലിയതാണെന്റെ പൊന്നോമന, അതിനെ തരികെന്റെ ഭൂതമേ നീ. ഉണ്ണിയെ തിരികെ കിട്ടാൻ അമ്മ തൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ഭൂതത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ ആ പ്രവൃത്തി സ്വതവേ നിസ്സംഗയും നിർവികാരിയുമായ ഭൂതത്തിൻ്റെ ഹൃദയത്തെ തെല്ലൊന്നുലയ്ക്കുക തന്നെ ചെയ്തു. മാതൃത്വത്തിൻ്റെ ചാഞ്ചല്യമില്ലാത്ത ഉറപ്പ്, നിശ്ചയദാർഢ്യം, നിരുപാധികമായ സ്നേഹം എന്നിവയ്ക്ക് മുന്നിൽ ഭൂതത്തിൻ്റെ മനസ്സാക്ഷിക്ക് അടിയറവ് പറയേണ്ടതായി വന്നു. തൻ്റെ പൊന്നോമന കുഞ്ഞിനു വേണ്ടി സ്വന്തം കാഴ്ച തന്നെ കാഴ്ചയായി നൽകിയതോടെ ആ അമ്മ മാതൃത്വത്തിൻ്റെ ഉദാത്ത മാതൃകയായി മാറുന്നു. അത്തരുണത്തിൽ ഭൂതത്തിൻ്റെ സ്വാർത്ഥ കലുഷിതവും ആർദ്രതയില്ലാത്തതുമായ മനസ്സും നിസ്വാർത്ഥമായ മനസാക്ഷിയും തമ്മിലുള്ള സംഘട്ടനം തുടങ്ങുകയാണ് ഇവിടെ. തക്കിട്ട 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 തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്ക കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്ക ദിമ്മി തക്കിട്ട തക്ക തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി. ഭൂതത്തിന്റെ തഞ്ചം കേൾക്കണോ? അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ? തെച്ചി കോലു പറിച്ചു ഭൂതം ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം. തെച്ചി കോലു പറിച്ചു ഭൂതം ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം. മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാനോടെടുക്കുന്നോതി ഭൂതം. മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ചു
പാപം കൊണ്ടു പിറക്കെ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൻ ഞെട്ടി വിറച്ചു പറിച്ചു ഭൂതം കൊട്ടിയെ വേഗം വിട്ടുകൊടുത്താൻ ഞെട്ടി വിറച്ചു പറിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൻ അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി വേലിൽ മറച്ചു പിടിക്കില്ല അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി വേലിൽ മറച്ചു പിടിക്കില്ല എന്നുടെ നേരെ കോപമിതേറെ അരുതരുതെന്നെ നീക്കിടല്ലേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ തൊഴുതു വിറച്ചേ നിന്നു ഭൂതം തോറ്റു മടങ്ങിയടങ്ങി ഭൂതം തൊഴുതു വിറച്ചേ നിന്നു ഭൂതം തോറ്റു മടങ്ങിയടങ്ങി ഭൂതം അമ്മ മിഴിക്കും കണ്ണിൻ മുൻപിലൊരുമ്മയിൽ നിന്നു തിങ്കളൊളിപ്പൂ പുഞ്ചിരി പെയ്തു കുളിർപ്പിച്ചും കൊണ്ട് അഞ്ചിത ശോഭം പൊന്നുണ്ണി അഞ്ചിത ശോഭം പൊന്നുണ്ണി അങ്ങനെ അമ്മയ്ക്ക് ഉണ്ണിയെ കെട്ടി. ഭൂതമോ പാവം. യാത്ര തിരിച്ചിടുമുണ്ണിയെ വാരിയെടുത്തു പുണർന്ന മൂർഖാവിങ്കൽ യാത്ര തിരിച്ചിടുമുണ്ണിയെ വാരിയെടുത്തു പുണർന്ന മൂർഖാവിങ്കൽ പല ഊരു ചുംബിച്ച തുറുകണ്ണാൽ പാവം കണ്ണീർ ചോല ചൊരിഞ്ഞും പല ഊരു ചുംബിച്ച തുറുകണ്ണാൽ പാവം കണ്ണീർ ചോല ചൊരിഞ്ഞും വീർപ്പാൽ വായടയാതെ കണ്ടും നിൽപ്പൊരു ഭൂതത്തോടു പറഞ്ഞാൾ വീർപ്പാൽ വായടയാതെ കണ്ടും നിൽപ്പൊരു ഭൂതത്തോടു പറഞ്ഞാൾ അപ്പോഴാകൃതന്തരയായിട്ടഞ്ചിത ഹസിതം പെറ്റോരമ്മ അപ്പോഴാകൃതന്തരയായിട്ടഞ്ചിത ഹസിതം പെറ്റോരമ്മ മകരക്കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂട്ടും കാലം കളമക്കതിർമണി തളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം മകരക്കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂട്ടും കാലം കളമക്കതിർമണി തളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണ മാട്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ വന്നു മടങ്ങണ മാട്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത
സൗഖ്യം ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യം പൂതമതങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞേ ോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും ഉണ്ണി പിറന്നൊരു വീടേതെന്നു തിരഞ്ഞു പിടിക്കാൻ ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലതു നങ്ങേലിക്കു മറന്നതു കൊണ്ടോ കണ്ടാൽ തന്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടി പോണെന്ന് ഭയന്നോ തിട്ടമതാർക്കറിയാം അതുമൂലം തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകമങ്ങനെ കൂടിയിട്ടിവിടെ വിടെ തനതുണ്ടീരിപ്പെന്നാരോ വീട്ടിലും അങ്ങു കളിച്ചു കരേറി തുള്ളി തുള്ളി മറിഞ്ഞോടു മങ്ങേലെന്നോടൻ അവിടെ തോടി പോണു ഭൂതം ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ ആളുകളിങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂ പാവത്തെ പല പാളുമതിൻ്റെ മിടിക്കും കരളിൽ താളക്കുത്തിനു തുടികൊട്ടുന്നു തേങ്ങലിനൊത്ത വിളി കേൾക്കൂ താളക്കുത്തിനു തുടികൊട്ടുന്നു തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ താളക്കുത്തിനു തുടികൊട്ടുന്നു തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ. പൂതപ്പാട്ടിൻ്റെ പിതാവായ ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർക്ക് ആദരാഞ്ജലിയായി ഞങ്ങളിത് സമർപ്പിക്കട്ടെ. പൂതം വരവ് എന്ന കലാരൂപം പാരമ്പര്യമായി കൊണ്ടു നടന്നിരുന്നത് നമ്മുടെ തന്നെ പന്തിരുകുലത്തിലെ അംഗങ്ങളായ പറയർ, മണ്ണാൻ എന്നീ വിഭാഗങ്ങളിലെ കലാകാരന്മാരാണ്. അവരെയും നമുക്ക് ഈ അവസരത്തിൽ ആദരവോടെ സ്മരിക്കാം. ഇരുളിലേക്ക് നടന്നു മറഞ്ഞ പൂതത്തെ പോലെ തന്നെ സമൂഹ മനസ്സുകളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിയെ കാണാനെത്തുന്ന പൂതവും. നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ കരുത്തുറ്റ കണ്ണികളിലൊന്നായ പൂതത്തെ തെള്ളിപ്പൊടി എറിഞ്ഞ് ആളിക്കത്തുന്ന പന്തങ്ങളുടെ ഉജ്ജ്വല പ്രകാശം പകർന്ന് സമൂഹ മനസ്സുകളിലേക്ക് പുനഃപ്രവേശം ചെയ്യിക്കാൻ യുവതലമുറ അരയും തലയും മുറുക്കി സന്നദ്ധമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ പിൻവാങ്ങുന്നു. ഇത് ഒരു ടീം വർക്ക് ആണെങ്കിൽ പോലും ഈ ആശയം സംവിധാനം ചെയ്തത് കൃഷ്ണപ്രിയയാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം നടത്തിയത് ഗൗരിയാണ്. ഗൗരി സ്റ്റേജിലേക്ക് വരൂ. ഗൗരി, എവിടെ ജയനും കയറോ? പാച്ചു ഒന്ന് മുമ്പിൽ മാറോ? വാസു ആയിക്കോട്ടെ. പാച്ചു കയറേ.
കയ്യ 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 കയ്യ. ലാവണ്യം, ശരിയാണ്, വാസുദേവനും ലാവണ്യം കൂടിയിട്ടാണ് ഈ വേഷം ഇങ്ങനെയാക്കി. പിന്നെ അത് കൂടാതെ കുന്നം കൃഷ്ണൻ എൻ്റെ അനിയനും കൂടിയുണ്ട്. അവർ മൂന്ന് പേര് കൂടിയാണ് അത് നടത്തുക.